ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് വിഷയങ്ങൾ ഷെയർ ചെയ്യാം. ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നീണ്ട 70-78 വർഷക്കാലമായിട്ട് പരിഹരിക്കാൻ പറ്റാത്തൊരു വിഷയമായിട്ട് കശ്മീർ ഇങ്ങനെ തുടരുന്നുണ്ടല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങളൊരു തേർഡ് പേഴ്സണെ വെച്ച് ഇത് മീഡിയേഷൻ ചെയ്തുകൂടാ? ഇപ്പം കഴിഞ്ഞ കുറേ കാലം കൊണ്ട് അമേരിക്ക ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ മീഡിയേഷൻ ചെയ്യാം എന്നുള്ള രീതിയിൽ. പക്ഷേ ഇന്ത്യ വേണ്ട എന്ന് പറഞ്ഞു. അതിൻ്റെ കാരണം വേറെ ഒന്നും കൊണ്ടല്ല. അതിൻ്റെ കാരണം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യ പാകിസ്ഥാനെ സ്റ്റേറ്റ് സ്പോൺസർ ചെയ്യുന്ന തീവ്രവാദം വളർത്തുന്ന രാജ്യമായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു മീഡിയേഷൻ സാധ്യമല്ല. മീഡിയേഷൻ ചെയ്യുന്ന രാജ്യം ഇന്ത്യയും പാകിസ്ഥാനെയും ഈക്വലായിട്ട് കാണേണ്ട ആവശ്യമില്ല എന്നാണ് ഇന്ത്യയുടെ നിലപാട്. അപ്പോൾ അതുകൊണ്ട് മീഡിയേഷൻ നടക്കില്ല. നിങ്ങൾക്ക് അതിന് മീഡിയേഷൻ വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്ത്യക്ക് അറിയാം, ഇന്ത്യക്ക് വേണമെങ്കിൽ അത് അടിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ഇന്ത്യയുടെ നിലപാട് ഇങ്ങോട്ട് കയറി അടിച്ചാൽ അങ്ങോട്ട് കയറി അടിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മിണ്ടാതെ നമ്മുടെ കാര്യം നോക്കിയിരിക്കും. അത്രേ ഉള്ളൂ. ഇതിനകത്ത് മീഡിയേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുത്തരം വരേണ്ട ആവശ്യമില്ല. ഇതാണ് ഇന്ത്യയുടെ നിലപാട്. പാകിസ്ഥാനെ പോലും നമ്മൾ അനുവദിക്കുന്നില്ല ഇന്ത്യൻ സൈഡിലുള്ള കശ്മീരിനെ കുറിച്ച് സംസാരിക്കാൻ. പാകിസ്ഥാൻ വേണമെങ്കിൽ POK കുറിച്ച് സംസാരിക്കാം. അതാണ് ഇന്ത്യയുടെ നിലപാട്. പക്ഷേ പാകിസ്ഥാൻ എന്താണ്, എൻറ്റയർ കശ്മീരിനെ കുറിച്ച് സംസാരിക്കണം. അത് ഒരിക്കലും നമ്മൾ അനുവദിക്കില്ല. അപ്പോൾ അതവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തുക. ഈ വിഷയത്തിന് ഇതിന് കൂടുതൽ ക്ലാരിറ്റി ആവശ്യമില്ല. കാരണം പാകിസ്ഥാനെ നമ്മൾ ഒരു ലെജിറ്റിമേറ്റ് രാജ്യമായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. അതൊരു തീവ്രവാദ രാജ്യമായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മീഡിയേഷന് സമ്മതിക്കാത്തത്. അല്ല, നമുക്ക് ട്രംപുമായിട്ട് പ്രശ്നമൊന്നുമില്ല. പാകിസ്ഥാൻ ഒരു തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് അതുമായിട്ട് മീഡിയേഷൻ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള ചർച്ച നടത്താനോ താല്പര്യമില്ല. നേരെ മറിച്ച് ഈ എൻറ്റയർ കശ്മീർ എന്ന് പറഞ്ഞത് ഇന്ത്യയുടെ സ്ഥലവും കൂടിയാണ്. ഇതാണ് ഇന്ത്യയുടെ നിലപാട്. ഇത് അംഗീകരിച്ചുകൊണ്ട് ആരെങ്കിലും മീഡിയേഷൻ വരുമോ? പിന്നെ എന്ത് മീഡിയേഷൻ അവിടെ നടത്താനുള്ളത്? മീഡിയേഷൻ നടത്തേണ്ട ആവശ്യമില്ലല്ലോ. അത് ഓൾറെഡി തന്നെ ഒരു ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞിട്ട് അവിടെ വേലി കെട്ടി വെച്ചിരിക്കുകയല്ലേ. പിന്നെ അതിനകത്ത് എന്ത് മീഡിയേഷനാണ് ഇവർക്ക് നടത്താനുള്ളത്? ഇനി നിലവിൽ ഈ താരിഫുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ചില പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടല്ലോ. ഇതിനെ എപ്പോഴും യുദ്ധവുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് പല തരത്തിലുള്ള വാർത്തകളൊക്കെ പ്രചരിപ്പിക്കപ്പെടുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഡീപ്പ് റൂട്ടിലുള്ള ഇപ്പം എന്തുകൊണ്ടാണ് അമേരിക്ക ഈ SCO സമ്മിറ്റ് നടന്ന സമയത്ത് ഇത്രമാത്രം ഭീകരമായിട്ട് ഇതിനെ നോക്കിക്കണ്ടത്? എന്തുകൊണ്ടാണ് ട്രംപ് ഇങ്ങനെ ഉള്ളു പുകഞ്ഞുകൊണ്ടുള്ള മെസ്സേജുകളൊക്കെ എഴുതിയത്? എന്തിനാണ്? ഇന്ത്യയും റഷ്യയും ചൈനയുടെ ഇരുളിലേക്ക് അങ്ങ് പതിച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കും? ഈ വിഷയം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന വിഷയം ശ്രദ്ധിച്ച് കേൾക്കുക. സ്വിഫ്റ്റ് പലരും കേട്ടിട്ടുണ്ടാവും. സ്വിഫ്റ്റ് റീസെൻ്റായിട്ട് റഷ്യയെ സ്വിഫ്റ്റ് ട്രാൻസാക്ഷനിൽ നിന്നും മാറ്റി നിർത്തി എന്നുള്ള വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ സ്വിഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ടല്ല റഷ്യ ട്രാൻസാക്ഷൻസ് നടത്തുന്നത്, അവർ സെപ്പറേറ്റ് ആയിട്ടാണ് ട്രാൻസാക്ഷൻസ് നടത്തുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് സ്വിഫ്റ്റ് എന്നുള്ളത് പറഞ്ഞു പോകാം. കാരണം ഒരുപാട് പേർക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല. ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് ഈ ഒരു ട്രാൻസാക്ഷൻസ് മെത്തേഡിനെ കുറിച്ച് പരിചയമുണ്ടാവും. അപ്പോൾ എന്തായാലും സാധാരണക്കാർക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഈ സ്വിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ ബേസ്ഡ് ഓർഗനൈസേഷനാണ്. ഇതൊരു കമ്പനിയാണ്. ഈ കമ്പനി എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ ഗ്ലോബൽ പ്ലാറ്റ്ഫോമിൽ കിടക്കുന്ന എല്ലാ കറൻസികളുമായിട്ടും ലിങ്ക് ചെയ്ത് ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസ് നടത്തും. എങ്ങനെയാണ് ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസ് നടത്തുന്നത്? ഇവർ ബാങ്ക് ട്രാൻസാക്ഷൻസ് വഴി ഇവർ പേയ്മെന്റ് അക്സെപ്റ്റ് ചെയ്തിട്ട് ഇവർ അതാത്ത രാജ്യങ്ങളിലേക്ക് ട്രാൻസാക്ഷൻസ് നടത്തി കൊടുക്കും. അപ്പോൾ അതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇന്ത്യ ഒരു രാജ്യമാണ്, അതേസമയം റഷ്യ മറ്റൊരു രാജ്യമാണ്. അപ്പോൾ ഇതിനു മുമ്പ് എന്താണ് നടത്തിക്കൊണ്ടിരുന്നത്? ഇവർക്ക് പേയ്മെന്റ് ഓപ്ഷൻസ് ആയിട്ട് ഇവർ കൊടുത്തിരിക്കുന്നത് വിസ കാർഡ്, മാസ്റ്റർ കാർഡ്, അമെക്സ്. ഇതൊക്കെ ഡിഫറെന്റ് പർച്ചേസിംഗ് മെത്തേഡുകളാണ്, അല്ലെങ്കിൽ പേയ്മെന്റ് ഓപ്ഷൻസ് ആണ്. ഇതിലുപരിയായിട്ട് ബാങ്ക് ട്രാൻസാക്ഷൻസും ഉണ്ട്. നിങ്ങൾക്ക് ബാങ്കിലൂടെ മറ്റൊരാളുടെ അക്കൗണ്ട് നമ്പർ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതും ഒരു മാർഗ്ഗമാണ്. പക്ഷേ ഇത് ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ആകുമ്പോഴത്തേക്കും ഈ സ്വിഫ്റ്റ് ടച്ച് ചെയ്തുകൊണ്ട് മാത്രമേ ഈ ട്രാൻസാക്ഷൻ നടക്കുള്ളൂ. ഈ സ്വിഫ്റ്റ് ടച്ച് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ സ്വിഫ്റ്റ് എന്ന് പറയുന്ന ആ ഒരു പേയ്മെന്റ് സിസ്റ്റം ഒരേ ഒരു കറൻസിയെ ഡീൽ ചെയ്യുള്ളൂ. അതാണ് ഡോളർ. ഞാനൊരു $20,000 ഒരു പേയ്മെന്റ് ഇന്ത്യയിൽ നിന്ന് പ്രോസസ്സ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? 20,000 ഈക്വലന്റ് ആയിട്ടുള്ള ഇന്ത്യൻ മണി എൻ്റെ ഇന്ത്യയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഞാൻ അമേരിക്കയിലുള്ള ആ ബയ്യർ അഥവാ സെല്ലർ, ഞാൻ ആർക്കാണോ പേയ്മെന്റ് ചെയ്യേണ്ടത് അവരുടെ അക്കൗണ്ട് ഞാൻ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ആഡ് ചെയ്ത് ബെനിഫിഷ്യറി ആഡ് ചെയ്തിട്ട് ആ അക്കൗണ്ടിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്യും. ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഞാൻ ഇന്ത്യൻ മണി ആയിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്. കാരണം ഞാൻ $20,000 അടിച്ചു കഴിയുമ്പോഴത്തേക്കും എൻ്റെ ഇന്ത്യൻ ബാങ്കിലുള്ള ആ പൈസ അമേരിക്കയിലുള്ള എൻ്റെ ക്ലയൻറ്റിന് ഒരു പേയ്മെന്റ് നടത്താൻ വേണ്ടിയിട്ട് അവർ ട്രാൻസ്ഫർ നടത്തും. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ സർവീസ് ചാർജ് എൻ്റെ അടുത്ത് ഈടാക്കും. ഈ ബാങ്ക്, പ്രൈമറി ബാങ്ക്, ഇന്ത്യയിലുള്ള ബാങ്ക്, ഫോർ എക്സാമ്പിൾ SBI എടുത്തോളൂ. അവർ ചെറിയൊരു തുക എൻ്റെ അടുത്ത് ഈടാക്കും. എന്നിട്ട് ഈ എമൗണ്ട് നേരെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും അമേരിക്കയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേക്കും ഇത് സ്വിഫ്റ്റിലാണ് ഇത് റെക്കോർഡ് ആകുന്നത്. സ്വിഫ്റ്റ് ആണ് ഇതിന്റെ മീഡിയേറ്റർ. സ്വിഫ്റ്റ് ഇപ്പം മിഡിൽ നിൽക്കുകയാണ്, ടോപ്പായിട്ട്. അപ്പോൾ സ്വിഫ്റ്റ് ഇന്ത്യയുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്, സ്വിഫ്റ്റ് അമേരിക്കയുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്, സ്വിഫ്റ്റ് റഷ്യയുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്, സ്വിഫ്റ്റ് ചൈനയുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ എല്ലാ രാജ്യങ്ങളുമായിട്ടും സ്വിഫ്റ്റിന് ബന്ധമുണ്ട്. അപ്പോൾ നേരെ ഈ പേയ്മെന്റിന്റെ റെക്കോർഡ് സ്വിഫ്റ്റിലേക്ക് പോവാണ്. സ്വിഫ്റ്റിലേക്ക് പോകുമ്പോഴത്തേക്കും എന്താണ്? എൻ്റെ പൈസ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഡിഡക്റ്റ് ആവുകയാണ്. എന്നിട്ട് ഈ എമൗണ്ട് $20,000 ആയിട്ട് നേരെ സ്വിഫ്റ്റിലേക്ക് റെക്കോർഡ് ആവുകയാണ്. സ്വിഫ്റ്റ് എന്ത് ചെയ്യും? സ്വിഫ്റ്റ് അതിനെ എൻ്റെ ഇന്ത്യൻ മണിയെ ഡോളറായിട്ട് കൺവേർട്ട് ചെയ്യും. കൺവേർട്ട് ചെയ്തിട്ട്
ആ കൺവേർഷൻ ചാർജ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മീഷൻ കൂടി അവരെടുക്കും. ഈ സ്വിഫ്റ്റ് അവരാണല്ലോ ഈ പണി ചെയ്യുന്നത്. അപ്പോൾ ഈ പണി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പെർസെൻറ്റേജ് അതിൽ നിന്ന് അവരെടുക്കും. എടുത്തിട്ട് ഈ എമൗണ്ട് നേരെ ഡോളറായിട്ട് മാറ്റിയിട്ട് ആർക്കാണോ ഡോളർ പേയ്മെന്റ് ചെയ്യേണ്ടത്, ഇപ്പോൾ അമേരിക്കയിലാണ് ഈ പേയ്മെന്റ് എന്നുണ്ടെങ്കിൽ അവർ ആ ക്ലയന്റിന് ഡോളറായിട്ട് തയ്ച്ചു കൊടുക്കും. അവിടെ ആ കൺവേർഷൻ അതോടെ തീർന്നു. നേരെ മറിച്ച് ഇനിയിപ്പം ഈ പേയ്മെന്റ് ചൈനയിലേക്കോ അല്ലെങ്കിൽ ഈ പേയ്മെന്റ് ഞാൻ റഷ്യയിലേക്കോ ആണ് അയക്കുന്നുണ്ടെങ്കിൽ ഈ വൺ മോർ കൺവേർഷൻ, അതായത് റുപ്പി കൺവേർട്ടഡ് ടു $, എഗെയിൻ $, കൺവേർട്ടഡ് ടു റഷ്യൻ കറൻസി അല്ലെങ്കിൽ ജാപ്പനീസ് കറൻസി അല്ലെങ്കിൽ ചൈനീസ് കറൻസി നോക്കിക്കോളൂ. അപ്പോൾ അവിടെയും ഒരു കമ്മീഷൻ എടുക്കും. ഇത്രയും കറൻസി കൺവേർഷൻസ് എമൗണ്ട് ലാഭമായിട്ട് ഡെയിലി ഈ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞ കമ്പനി ത്രൂ അമേരിക്കയ്ക്ക് കിട്ടുന്നുണ്ട്. വിച്ച് മീൻസ് ഡോളർ ട്രാൻസാക്ഷനിലൂടെ അമേരിക്കയ്ക്ക് കിട്ടുന്നുണ്ട്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങൾ നേരെ ഷാങ്ഹായ് കോർപ്പറേഷനിലേക്ക് വരും. ഒരുപാട് രാജ്യങ്ങൾ, അതായത് കസക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഡോളർ ഓൾറെഡി ഉപേക്ഷിച്ച് കഴിഞ്ഞു. ഇത് പലപ്പോഴായിട്ട് പല വീഡിയോസിലും ഞാൻ നിങ്ങൾക്ക് ഇൻഫോം ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം ബ്രിക്സിലേക്ക് വരും. ഷാങ്ഹായ് കോർപ്പറേഷനിലുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ഇപ്പം നിലവിൽ ഈ നടത്തിയ ഷാങ്ഹായ് കോർപ്പറേഷനിലെ ചൈനയിൽ വെച്ച് നടത്തിയ ഒരു മീറ്റിംഗ്, ഈ മീറ്റിംഗിൽ പ്രധാനപ്പെട്ട ചർച്ച ഡോളറിനെ റീപ്ലേസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ഇപ്പൊ ഡോളറിനെ റീപ്ലേസ് ചെയ്യാൻ എന്തൊക്കെയാണ് മാർഗ്ഗങ്ങൾ എന്നുള്ളത് ഇവർ ചർച്ച നടത്തിയിരിക്കുന്നു പറഞ്ഞാൽ, ഡോളറിനെ റീപ്ലേസ് ചെയ്യാൻ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. കാരണം ഇപ്പൊ ഈ വെസ്റ്റേൺ കൺട്രീസ്, ഇപ്പം ഫിൻലാൻഡിന്റെ പ്രസിഡന്റ് ഒക്കെ കൃത്യമായ വാണിംഗ്, താക്കീതാണ് അമേരിക്കയ്ക്ക് കൊടുത്തത്. ഐ വുഡ് ലൈക്ക് ടു സേ ടു അമേരിക്ക എന്നാണ് പറഞ്ഞത് പുള്ളി. അമേരിക്ക ഇത് വളരെ സീരിയസ് ആയിട്ട് കാണണം. കാരണം ഇന്ത്യയെ പോലത്തെ ഒരു രാജ്യത്തിനെ ഇങ്ങനെ തള്ളിക്കളയുന്നത് അത്ര എളുപ്പത്തിലുള്ള കാര്യമല്ല. നിങ്ങൾ ചെയ്യുന്നത് ഒരു വലിയ ബ്ലണ്ടറാണ്. വെസ്റ്റിന്റെ സർവൈവൽ തന്നെ വലിയ ബുദ്ധിമുട്ടിലാവും എന്നുള്ളൊരു വാണിംഗ് ആണ് കൊടുത്തത്, മുന്നറിയിപ്പ്. പലർക്കും ഇതൊന്നും മനസ്സിലായിട്ടില്ല എന്താണ് സംഭവം എന്നുള്ളത്. ഇപ്പൊ ലോകത്ത് തന്നെ 40% പോപ്പുലേഷൻ ഷെയർ ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷൻസ് നടത്തുന്ന, ഏറ്റവും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ചേരി, അതായത് ഈ ബ്രിക്സ് കൂട്ടായ്മ, അതുപോലെ തന്നെ SCO കോർപ്പറേഷൻ, ഇവരെല്ലാവരും കൂടി തന്നെ ഒരുമിച്ച് തീരുമാനമെടുത്തിരിക്കുകയാണ് ഈ ഡോളറിന് പണി കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ബ്രിക്സ് പേ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചത്. ഇനിയിപ്പോൾ ഈ ബ്രിക്സ് പേ വെറുതെ വരുന്നതാണോ? ജസ്റ്റ് ബ്രിക്സ് പേ എന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കുന്നു കറൻസി എന്ന് പറഞ്ഞിട്ട്. ഇല്ല, അതാണ് ഇതിന്റെ ഈ വോളിയം ഓഫ് ട്രാൻസാക്ഷൻസ്, അതാണ് ഈ ഡോളറിനെ ഇത്രയും ശക്തിപ്പെടുത്തുന്നത്. പക്ഷേ ചെയ്തൊരു മിസ്റ്റേക്ക് ഉണ്ട്. എന്താണ്? റഷ്യയുടെ അസറ്റുകൾ മൊത്തം ഫ്രീസ് ചെയ്ത് അമേരിക്കയുടെ ഉള്ളിൽ വെച്ചിട്ട് റഷ്യയുടെ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സിന്റെ അസറ്റ് വരെ ബ്ലോക്ക് ചെയ്ത്. ഇതേതാണ്ട് $45 to $50 ബില്യൺ വർത്ത് വരുന്ന എമൗണ്ട് ആണ് റഷ്യയുടെ അമേരിക്ക ഫ്രീസ് ചെയ്തത്. യൂറോപ്പ് മേഖലയിൽ നല്ല രീതിയിലുണ്ട്, 300 ബില്യൺ എബോ ഒക്കെ പറയുന്നുണ്ട്. ശരി, ആ രീതിയിൽ വെസ്റ്റേൺ രാജ്യങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് റഷ്യയുടെ അസറ്റുകൾ ഫ്രീസ് ചെയ്ത് അത് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്ത് മോട്ടിച്ചു, അങ്ങനെ തന്നെ പറയേണ്ടി വരും. അങ്ങനെ മോഷണം നടത്തിയിട്ട് റഷ്യക്കെതിരെ ഉപരോധം കൂടെ കൊണ്ടുവന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണിച്ചൊരു വെടിത്തരം എന്ന് പറഞ്ഞാൽ ഈ സ്വിഫ്റ്റിൽ നിന്നും റഷ്യയെ പുറത്താക്കിയത്. ഇത് ഇവർ കാണിച്ചൊരു മണ്ടത്തരമാണ്. മറ്റുള്ള ലോകരാജ്യങ്ങൾക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് ആയിരുന്നു. മറ്റുള്ള ലോകരാജ്യങ്ങൾ ഇതിനെ മനസ്സിലാക്കിയത് അമേരിക്കയുടെ കീഴിലോ അല്ലെങ്കിൽ വെസ്റ്റേൺ രാജ്യങ്ങളുടെ ഉള്ളിലോ പോയി ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു സിറ്റുവേഷൻ, ഇങ്ങനൊരു ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു യുദ്ധം, നമ്മളുടെ സോവറിനിറ്റിയെ ബാധിക്കുന്ന എന്തെങ്കിലും വിഷയത്തിലേക്ക് നമ്മൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ എന്താക്കും? അമേരിക്കയും വെസ്റ്റേൺ രാജ്യങ്ങളും നമ്മളുടെ സ്വത്തുക്കളെല്ലാം തന്നെ അവർ അപഹരിക്കും. അതുപോലെ തന്നെ അവർ നമ്മളെ ഈ ഗ്ലോബൽ ട്രാൻസാക്ഷൻ ചെയ്യുന്ന ആ ഒരു പരിപാടിയിൽ നിന്ന് നമ്മളെ ഒഴിവാക്കും, കിക്ക് ഔട്ട് ചെയ്യും. ഇതാണ് അമേരിക്ക കാണിച്ചു കൊടുത്ത എക്സാമ്പിൾ. റഷ്യ ഉക്രൈൻ യുദ്ധം അത് ചിലപ്പോൾ 1-2 വർഷത്തിലോ അല്ലെങ്കിൽ മാസങ്ങൾക്കുള്ളിലോ എപ്പോഴെങ്കിലും അവസാനിക്കാത്ത യുദ്ധങ്ങളില്ല. പക്ഷെ അമേരിക്ക സെറ്റ് ചെയ്ത ഒരു എക്സാമ്പിൾ ഉണ്ടല്ലോ, ഈ സ്വിഫ്റ്റിൽ നിന്നും റഷ്യയെ പുറത്താക്കിയ ആ ഒരു ഉദാഹരണം, അത് അവിടെ നിലനിൽക്കും. ഇത് ശരിക്കും ഈ ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളെ ഒരു ഭീതിയിൽ ആഴ്ത്തിയിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും തന്നെ ഒരു അവയർനെസ്, അതായത് മറ്റുള്ള രാജ്യങ്ങൾക്ക്, ഇപ്പോൾ ചൈന പോലത്തെ രാജ്യങ്ങൾക്ക്, റഷ്യ പോലത്തെ രാജ്യങ്ങൾക്കൊക്കെ അമേരിക്കയ്ക്കെതിരെ ഇത് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ്. ഈ പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു രാജ്യവും കൺവിൻസ് ആവും. ഈ ഗ്ലോബൽ സൗത്ത് ഒക്കെ കൺവിൻസ് ആയി നിൽക്കുന്നത് ഈ ഒരു വിഷയം കൊണ്ടാണ്. നാളെ നിങ്ങൾ അമേരിക്കയുമായിട്ട് നല്ല തകൃതിയായിട്ടുള്ള കച്ചവടത്തിൽ ഏർപ്പെടുന്നു, അവിടെ പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നു, അമേരിക്ക എല്ലാ സ്വത്തുക്കളും മുടക്കി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇതാണ് സംഭവം. അമേരിക്കയ്ക്ക് നിലനിൽപ്പില്ല എന്ന് വരുമ്പോഴത്തേക്കും അവർ തീർച്ചയായിട്ടും ഇത് മുടക്കും, നിങ്ങളുടെ സ്വത്തുക്കളെല്ലാം അവർ അപഹരിക്കും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതിന്റെ എക്സാമ്പിളാണ് ഇവിടെ റഷ്യയിൽ നമ്മൾ കണ്ടത്. അത് ബ്രിക്സ് രാജ്യങ്ങളും കൺവിൻസ്ഡ് ആണ്, SCO രാജ്യങ്ങളും കൺവിൻസ്ഡ് ആണ്. ശരിക്കും പറഞ്ഞാൽ ലോകത്ത് 42% പോപ്പുലേഷൻ ഡോളറിൽ നിന്നും പുറത്തു വരാൻ തയ്യാറാണ്. ഈ വാർത്ത അമേരിക്ക ഞെട്ടിക്കുവോ? തീർച്ചയായിട്ടും ഞെട്ടിക്കും. ഇതാണ് പ്രശ്നം. ട്രംപ് പറയുന്നുണ്ടല്ലോ, അവർ ഡോളറിനെതിരെയുള്ള കാർഡ് ഉപയോഗിക്കുന്നെങ്കിൽ ഞാൻ വേറെ കാർഡുകൾ ഉപയോഗിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ട്രംപ് എപ്പോഴും ഈ കാർഡിന്റെ ലാംഗ്വേജിലാണ് സംസാരിക്കുന്നത്. പക്ഷേ അമേരിക്കയുടെ കയ്യിൽ ഈ വിഷയത്തിന് ബദൽ കാർഡില്ല. അതാണ് ശരിക്കുള്ള ഫാക്ട്. അപ്പൊ ബദൽ കാർഡ് ഇല്ലാത്ത അവസ്ഥയിൽ അമേരിക്ക എന്താണ് ചെയ്യാൻ പോകുന്നത്? അമേരിക്ക തീർച്ചയായിട്ടും ഇന്ത്യയുടെ മുന്നിൽ മുട്ടുമടക്കണം. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഈ ബ്രിക്സ് രാജ്യങ്ങൾ ഇപ്പോൾ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ബ്രിക്സ് പേ. ഇനിയിപ്പോൾ എന്താണ് ഈ ബ്രിക്സ് പേ എന്നുള്ളത് പറഞ്ഞു പോവാം. പലരും ബ്രിക്സ് കറൻസി എന്നുള്ള നിലയിലൊക്കെ ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് അങ്ങനെയല്ല. ഈ ബ്രിക്സ് പേ എന്ന് പറയുന്നത് ശരിക്കും ഗൂഗിൾ പേ നിങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതുപോലത്തെ ഒരു പേയ്മെന്റ് സിസ്റ്റമാണ്, ഒരു ഇന്റർഫേസ്, അത്രേ ഉള്ളൂ. പക്ഷേ ഇത് പ്രവർത്തിക്കുന്നത് XRP എന്ന് പറഞ്ഞ ഒരു ബ്ലോക്ക് ചെയിൻ മാതൃകയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. എന്നാൽ ഇത് ക്രിപ്റ്റോ ആണെന്ന് ചോദിച്ചാൽ ക്രിപ്റ്റോ അല്ല, ഇതൊരു സോഫ്റ്റ്വെയർ ആണ്. ഇതൊരു ബ്ലോക്ക് ചെയിൻ മാതൃകയിൽ പ്രവർത്തിക്കുന്ന ഹൈലി സെക്യൂർഡ് ആയിട്ടുള്ള ഒരു പേയ്മെന്റ് സിസ്റ്റമാണ്.
ഇതാണ് ബ്രിക്സ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ XRP പേയ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഡീസെൻട്രലൈസ്ഡ് പേയ്മെന്റ് സിസ്റ്റമാണ്. ഇതിന് ഒരു രാജ്യത്തിനും ഇതിന് കൺട്രോൾ എടുക്കാൻ പറ്റില്ല. ഇത് എൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്, ഇല്ലെങ്കിൽ ഇത് ചൈനയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്, ഇല്ലെങ്കിൽ ഇത് റഷ്യയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയാൻ പറ്റത്തില്ല. ഇൻഫാക്ട് നിങ്ങൾക്ക് ഇത് എളുപ്പത്തിൽ ഹാക്ക് ചെയ്യാൻ പറ്റത്തില്ല. ബ്ലോക്ക് ചെയിൻ മാതൃകയിലാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ കൺട്രി ടു കൺട്രി പേയ്മെന്റ്സ്, രാജ്യം വിട്ട് രാജ്യമുള്ള ട്രാൻസാക്ഷൻ, ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസ്, അതിനാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പോകുന്നത്. ഇത് വരുന്നതോടുകൂടി $, ഓൺലി പേയ്മെന്റ് മെത്തേഡ് ഉണ്ടല്ലോ, അതിനൊരു അറുതിയാവും. കാരണം സ്വിഫ്റ്റിൽ $, മാത്രമാണ് കറൻസി ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ XRP പേയ്മെന്റ് സിസ്റ്റത്തിൽ ഏത് രാജ്യത്തിന്റെ കറൻസിയും അക്സെപ്റ്റ് ചെയ്യും. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഭംഗിയായിട്ടുള്ള ഒരു വിഷയം. സ്വിഫ്റ്റ് ചാർജ് ചെയ്യുന്നത് പോലെ ട്രാൻസാക്ഷൻ കമ്മീഷൻ കൂടുതൽ ചാർജ് ചെയ്യില്ല. വളരെ ലോ കോസ്റ്റിലായിരിക്കും ഇതിന്റെ ചാർജ്. അതായത് ഈ ബാങ്ക് എക്സ്ചേഞ്ച് റേറ്റിന്റെ കമ്മീഷനാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് ക്രിപ്റ്റോ വഴി പേയ്മെന്റ് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ യെസ്, ക്രിപ്റ്റോ വഴിയും പേയ്മെന്റ് ചെയ്യാം. XRP പേയ്മെന്റ് ലെഡ്ജേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ഒരു ഓപ്ഷൻ അവർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ലെഡ്ജറിലൂടെ എന്തെല്ലാം നിങ്ങൾക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗ്രിമെന്റ് കോൺട്രാക്ട് സൈൻ ചെയ്യാം. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള എഗ്രിമെന്റ് കോൺട്രാക്ട് സൈൻ ചെയ്യാൻ പറ്റും. പിന്നെ പേയ്മെന്റ് ഓട്ടോമേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പേയ്മെന്റ് ഓട്ടോമേഷൻ ഒരു രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തിലേക്ക് EMI പോലത്തെ പേയ്മെന്റുകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതായത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ശരിക്കും ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇന്ത്യയിൽ നിന്നും ബംഗ്ലാദേശിലേക്ക് ഇലക്ട്രിസിറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ചാർജ് ബംഗ്ലാദേശ് മന്ത്ലി നമുക്ക് പേയ്മെന്റ് ചെയ്യേണ്ടതാണ്. ആ മന്ത്ലി പേയ്മെന്റ് വളരെ എളുപ്പത്തിൽ ഇതിനെ ഓട്ടോ പേയ്മെന്റ് സിസ്റ്റത്തിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ആ രീതിയിലുള്ള ഫെസിലിറ്റിയൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ കണ്ടീഷണൽ പേയ്മെന്റ് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. കണ്ടീഷണൽ പേയ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ റഷ്യയിൽ നിന്നും കുറച്ച് സ്റ്റോക്ക് മേടിക്കുന്നു, അല്ലെങ്കിൽ ചൈനയിൽ നിന്നും കുറച്ച് സ്റ്റോക്ക് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് ഇവിടെ എത്തി അതിനെ വെരിഫൈ ചെയ്യുന്നത് വരെ നമുക്ക് ഈ പേയ്മെന്റ് ഈ XRP സിസ്റ്റത്തിൽ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. അതായത് അവർക്കറിയാം നമ്മൾ പേയ്മെന്റ് റിലീസ് ചെയ്തു എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് പേയ്മെന്റ് കിട്ടത്തില്ല എന്നുള്ളതല്ല ഒരിക്കലും. പക്ഷേ ഐറ്റം നമുക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്കത് വെരിഫൈ ചെയ്തിട്ട് നമുക്ക് ആ പേയ്മെന്റ് റിലീസ് ചെയ്യാനുള്ള ആ ഒരു പെർമിഷൻ ഉണ്ട്. അഥവാ ഐറ്റം ശരിയല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാനും പറ്റും. ആ രീതിയിലുള്ള സെക്യൂർഡ് പേയ്മെന്റ് മെത്തേഡ് ഇതിനകത്തുണ്ട്. അതായത് നിങ്ങൾക്ക് ഐറ്റം വെരിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് പേയ്മെന്റ് റിലീസ് ചെയ്താൽ മതി. അതുവരെ നിങ്ങൾക്ക് ഈ ഒരു XRP പ്ലാറ്റ്ഫോമിൽ അത് ഹോൾഡ് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷണൽ പേയ്മെന്റ് സിസ്റ്റത്തോടു കൂടിയാണ് ഈ XRP സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. ഇതിനെക്കുറിച്ച് നാളെ വിശദമായിട്ടുള്ള ചർച്ചകളും ഡിസ്കഷൻസും നടക്കാനിരിക്കുകയാണ്. ഈ ഗ്ലോബൽ സൗത്തിൽ 2 രാജ്യങ്ങൾക്കാണ് ഇപ്പോൾ ഇതിന്റെ ചാലഞ്ച്. അതിലൊന്ന് ഇന്ത്യ, 2 ബ്രസീൽ. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും അമേരിക്കയ്ക്ക് കിട്ടുന്ന അടി എന്ന് പറഞ്ഞാൽ ചെറിയ അടിയല്ല. പലരും വിചാരിക്കും ഇത് വളരെ ചെറിയ വിഷയമാണെന്ന്. ഇത് ചെറിയ വിഷയമല്ല. വരുന്ന 15 മുതൽ 20 വർഷത്തിനകത്ത് 84 ട്രില്യൺ ട്രാൻസാക്ഷൻസ് ഈ XRP പേയ്മെന്റിലേക്ക് മാത്രം വരും. ഇത് വേറെ എവിടെയോ ആകാശത്ത് നിന്ന് വരുന്ന ട്രാൻസാക്ഷൻസ് അല്ല. ഇതെല്ലാം തന്നെ ഇപ്പം നിലവിൽ സ്വിഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഗ്ലോബൽ ട്രാൻസാക്ഷൻസിന്റെ 45% ട്രാൻസാക്ഷൻസ് മാത്രമാണ്. വരുന്ന 10 മുതൽ 15 വർഷം എന്ന് പറയുന്നതിന് വലിയ ലോങ് ഡ്യൂറേഷൻ ആണ്. പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത് 10 വർഷം പോലും വേണ്ട, 8 വർഷത്തിനുള്ളിൽ തന്നെ ഈ ഒരു 84 ട്രില്യൺ ട്രാൻസാക്ഷൻസ്, $84 ട്രില്യൺ വർത്തുള്ള ട്രാൻസാക്ഷൻസ് ഈ XRP പേയ്മെന്റ് സിസ്റ്റത്തിലൂടെ ഒഴുകും. അതിന്റെ പ്രധാനപ്പെട്ട 2 രാജ്യങ്ങളായിട്ട് ചൈനയും ഇന്ത്യയും മാറും, ഒപ്പം ബ്രസീലും. ഇതാണ് സംഭവം. ഇനിയിപ്പോൾ ഇന്ത്യ ഇവിടെ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള തീരുമാനമാണ് എടുക്കുന്നത്. ട്രംപിന്റെ കോള് തുടരെ ഇന്ത്യക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഈ കറൻസി അഗ്രി ചെയ്യുക, അതായത് ഈ ഒരു ബ്രിക്സ് പേ അപ്രൂവ് ചെയ്യരുത് എന്നുള്ള രീതിയിൽ. നമുക്ക് സ്വിഫ്റ്റും വേണം, XRPയും വേണം, രണ്ടും വേണം. ഇതാണ് ഇപ്പോൾ ഇന്ത്യയുടെ നിലപാട്. XRP ത്രൂ പേയ്മെന്റ് നടത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് XRP ത്രൂ ചെയ്യാം. കാരണം XRPയുമായിട്ട് ബന്ധപ്പെട്ട കുറെ രാജ്യങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. റഷ്യ, ചൈന, ഉസ്ബെക്കിസ്ഥാൻ, കസഖിസ്ഥാൻ, ഈ മേഖലയിൽ കിടക്കുന്ന രാജ്യങ്ങൾ, ഗ്ലോബൽ സൗത്തിലുള്ള രാജ്യങ്ങൾ, മിക്ക രാജ്യങ്ങളും ഇപ്പോൾ ഈ ഒരു XRP പേയ്മെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അത് എപ്പം നിലവിൽ വരും എന്നറിയത്തില്ല. പക്ഷേ ഇതാണ് ബ്രിക്സ് പേ. ഈ ബ്രിക്സ് പേ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്ത് വെച്ചോളൂ, ഇതാണ് ബ്രിക്സ് പേ, XRP പേയ്മെന്റ് സിസ്റ്റം. ഇതാണ് ബ്രിക്സ് പേ. ഇത് സ്വിഫ്റ്റിന് ബദലാണ്. ഇത് ശരിക്കും സ്വിഫ്റ്റിന് ഉയർത്തുന്ന വെല്ലുവിളി ചെറുതല്ല, വലുതാണ്. നിങ്ങൾ ഒരു മാസീവായിട്ടൊരു വോളിയം ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 84 ട്രില്യൺ ട്രാൻസാക്ഷൻസ് നടക്കും ഈ ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളിൽ മാത്രം. ഇതാണ് അമേരിക്കയെ ഞെട്ടിപ്പിക്കുന്ന, പേടിപ്പിക്കുന്ന, ഭീകരമായിട്ടുള്ള ഒരു സത്യം. ഇതിനു വേണ്ടിയിട്ടാണ് അമേരിക്ക കിടന്ന് ഇങ്ങനെ വെപ്രാളപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ ഷാങ്ഹായ് കോർപ്പറേഷനിൽ 4 രാജ്യങ്ങൾ ഒത്തുകൂടിയാൽ അവർക്ക് എന്താണ് കുഴപ്പം? ഒരു കുഴപ്പമില്ല. ചില ആൾക്കാർ ഇതിൻ്റെ ഡീപ്പ് റൂട്ടിലുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കുന്നില്ല. അവരെപ്പോഴും ഈ യുദ്ധം പാകിസ്ഥാനെ വെച്ച് ചൈന അടിക്കും, ഇതൊക്കെ മാറി, ആ ഫോർമുലയൊക്കെ മാറി. ആ ഫോർമുലയൊക്കെ മാറിയത് കൊണ്ടാണ് ചൈന നൈസായിട്ട് സീപക് കോറിഡോറിൽ നിന്ന് പുറത്തു വന്നത്. ഈ പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പുകൾ, അമേരിക്കയുടെ ഡബിൾ ഗെയിം, ഇതെല്ലാം തന്നെ ഒഴിവാകാൻ പോവാണ്. ഇതിൽ ഇന്ത്യയുടെ പൊസിഷൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ശരിക്കും അമേരിക്കയെ എതിർത്തുകൊണ്ടുള്ള ഒരു ഡിപ്ലോമസിക്ക് നിൽക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നമ്മൾ ഡോളറിനെതിരെ ഡീ ഡോളറൈസേഷൻ എന്നുള്ള ഒരു പ്രോഗ്രാം നമ്മൾ ഇപ്പം ലോഞ്ച് ചെയ്യരുത്. അത് ചെയ്യുന്നത് അത്ര നല്ല പരിപാടിയല്ല. പകരം നമ്മൾ സ്വിഫ്റ്റ്, അതുപോലെ തന്നെ ഈ XRP പേയ്മെന്റ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇപ്പം നിലവിൽ ഇന്ത്യ ആയാലും ബ്രസീൽ ആയാലും ചൈന ആയാലും പല രാജ്യങ്ങൾക്കും സ്വിഫ്റ്റുമായിട്ടും ഇപ്പം ബന്ധമുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് ട്രേഡ് ചെയ്യണം. എങ്ങനെ ചെയ്യും? അപ്പോൾ അതിന് സ്വിഫ്റ്റ് വളരെ അനിവാര്യമാണ്. അതല്ല, ഇപ്പം XRP പേയ്മെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അത് മാത്രമാണ് ഇനി ഞങ്ങൾ ഫോളോ ചെയ്യാൻ പോകുന്നത് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്.
കാരണം യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം കൂടി അതിനകത്ത് വരില്ല. അപ്പോൾ അവരുമായിട്ട് ട്രേഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇന്ത്യയും ബ്രസീലും ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറഞ്ഞാൽ വലുതായിട്ട് നമ്മൾ ബ്രിക്സ് കറൻസി അല്ലെങ്കിൽ ബ്രിക്സ് പേ ഇങ്ങനെയൊക്കെ ഊതി വീർപ്പിക്കേണ്ട. അതിന് പകരം നൈസായിട്ട് ഈ രാജ്യങ്ങൾ, അതായത് ഡോളർ ഉപേക്ഷിച്ച രാജ്യങ്ങൾ ഏതൊക്കെയുണ്ടോ ആ രാജ്യങ്ങളുമായിട്ട് XRP പേയ്മെന്റ് ആ ഒരു സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്ത് അതിനെ നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം. സോ കമ്പാരിറ്റീവ്ലി താരതമ്യേനെ കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്കും സ്വിഫ്റ്റ് ട്രാൻസാക്ഷൻസ് സ്വമേധയായിട്ട് കുറയുകയും XRP പേയ്മെന്റ് സിസ്റ്റം ഗ്രാജുവലി ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ കുറച്ചുകൂടെ സൗണ്ട് ആയിട്ട് ഈ ഒരു XRP പേയ്മെന്റ് ഉയർന്നു വരുമ്പോൾ നമുക്ക് തന്നെ അത് ഇംപ്ലിമെന്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അതിനിപ്പോൾ ഇത്ര റഫ് ആൻഡ് ടഫ് ആയിട്ട് മുന്നോട്ട് പോകണ്ട എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട്. ഇതിന് വേറെയും ചില റീസൺസ് ഉണ്ട്. അതായത് മൂവിങ് ബിയോണ്ട് സ്പെക്കുലേറ്റീവ് കറൻസി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ സ്പെക്കുലേറ്റീവ് കറൻസി എന്ന് പറയുന്നത് US ഡോളറിനെയാണ് കേട്ടോ. കാരണം അത് സ്പെക്കുലേഷൻ മാത്രമാണ്, അതിനൊരു പ്രത്യേക വാല്യൂ ഒന്നുമില്ല. അതായത് എന്ത് ചോദ്യം ചോദിച്ചാലും അവർ കുറച്ച് കറൻസി അടിച്ച് കൊടുക്കും, അത്രേ ഉള്ളൂ. അതിന് പകരം ഗോൾഡ് എന്നുള്ളതൊക്കെ പണ്ടേ മാറി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ആ കറൻസിയെ ഒരു സ്പെക്കുലേറ്റീവ് കറൻസി എന്നുള്ള രീതിയിലാണ് ഇപ്പം ഐഡന്റിഫൈ ചെയ്യുന്നത് ഡോളർ. ജസ്റ്റ് ഈ ഗ്ലോബലി ഒരു സ്വിഫ്റ്റുമായിട്ട് ഈ ഒരു ട്രാൻസാക്ഷൻസ് ഇത്രമാത്രം നടക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ കറൻസി ഇങ്ങനെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ സ്വിഫ്റ്റ് ആണ് ഈ US ഡോളറിന്റെ വാല്യൂ പിടിച്ചു നിർത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ ആഗോള വിപണിയിൽ അതിനൊരു തകർച്ച വരും. അത് XRP എന്ന് പറഞ്ഞ ഈ ഒരു സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡോളർ ഗിടുകിടാന്ന് തകർന്ന് തരിപ്പണമാകാൻ പോവാണ്. അതാണ് സിംപ്ലി ഒറ്റ ലൈനിൽ നമുക്ക് പറയാനുള്ളത്. ശരിക്കും ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിന്റെ അടുത്ത് സംസാരിച്ചോളം വയ്യാഞ്ഞിട്ടിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ്. ജിയോ പൊളിറ്റിക്സിൽ ഉണ്ടായിരിക്കുന്ന ഒരു ചേഞ്ച് അതിഭീകരമായിട്ടുള്ള ചേഞ്ചാണ്. അമേരിക്കയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ചേഞ്ചാണ് ഇന്ത്യ എടുത്തിരിക്കുന്നത്. ഇത് പലരും നേരെ തിരിച്ചായിരിക്കും പറയുന്നത്. അമേരിക്ക ഭയങ്കരമായിട്ട് ഇന്ത്യ അങ്ങ് തകർത്ത് കളയും എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ പുറത്തു വരും. അതൊക്കെ നിങ്ങൾ തള്ളിക്കളയുക. സംഭവം ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ബേസിക് ആയിട്ടൊരു കാര്യം ആലോചിച്ചാൽ മതി. ഏറ്റവും വാല്യൂ ഉള്ള കറൻസി വെച്ചിരിക്കുന്നവൻ പേടിക്കണോ, അല്ലെങ്കിൽ ഏറ്റവും ലോ കറൻസി വെച്ചിരിക്കുന്നവൻ പേടിക്കണോ? ലോ കറൻസി മൂല്യമുള്ള രാജ്യത്തിന് എന്താണ് പ്രതീക്ഷ? അവർ ബിസിനസ് ചെയ്ത് കച്ചവടം ഉയർത്തുക എന്നുള്ളതാണ്. പക്ഷേ ഈ ഹൈ കറൻസി വെച്ചിരിക്കുന്നതിന്റെ പ്രശ്നം എന്താണ്? അതിന്റെ മൂല്യം പിടിച്ചു നിർത്തുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ മൂല്യം പിടിച്ചു നിർത്തുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ താഴെക്കടയിൽ നടക്കുന്നത്. ഓൾറെഡി തന്നെ തുരങ്കം വെച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല. അമേരിക്ക ഇസ് ടു ലേറ്റ് നൗ. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ത്യയും ബ്രസീലും ഇതിൽ ഡിപ്ലോമാറ്റിക് ആയിട്ട് നിലവിലൊരു നിലപാടെടുക്കും. കാരണം അമേരിക്കയുമായിട്ട് അവർക്ക് നല്ല രീതിയിലുള്ള ബന്ധമുണ്ട്. അപ്പോൾ ആ ബന്ധത്തിനെ മാനിച്ചുകൊണ്ട് നമ്മൾ നിലപാടെടുക്കും. പക്ഷേ അമേരിക്കയ്ക്ക് ഇതൊരു ചെക്ക് പോയിന്റ് ആണ്. ശരിക്കും ഇന്ത്യ ബ്രസീൽ വെക്കുന്ന ചെക്ക് പോയിന്റ്. ഈ രണ്ട് രാജ്യങ്ങളെയുമാണല്ലോ അമേരിക്ക പേര് പറഞ്ഞ് എടുത്ത് പറഞ്ഞുകൊണ്ട് ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്. ഈ രണ്ട് രാജ്യങ്ങളുമായിട്ടും അമേരിക്ക ഫ്ലെക്സിബിൾ ആവേണ്ടി വരും. അമേരിക്ക മുട്ടുമടക്കി ഇന്ത്യയുമായിട്ട് നല്ല രീതിയിൽ പോകാം എന്നുള്ള നിലപാടിലേക്ക് മാറിയിരിക്കുകയാണ്. പക്ഷേ ഇന്ത്യ കുറച്ചുകൂടെ റെസ്പോൺസിബിലിറ്റി കാണിച്ച് ട്രംപിന്റെ ഈ ഒരു നിലപാട്, ഇപ്പൊ ഇന്ത്യയുമായിട്ട് ഒരു മയപ്പെട്ട നിലപാടാണുള്ളത്. ഇത് സ്ഥിരമായ നിലപാടാണോ ഒരു സ്ഥായിയായ നിലപാടാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കുന്നു, ബഫർ ടൈം ഇന്ത്യ. അതുകൊണ്ട് ഇന്ത്യ അങ്ങ് പെട്ടെന്ന് അഗ്രസീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല, ചാടി വീഴുന്നില്ല. ഇന്ത്യ കുറച്ച് ഒരു അവയർനെസ്സോട് കൂടി നിൽക്കുകയാണ്. കാരണം ഒന്നുമില്ല, നീ ആദ്യം ഉറപ്പിച്ചൊരു തീരുമാനം എടുക്കുക, അത് കഴിഞ്ഞിട്ട് നമുക്ക് ചർച്ച നടത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ UN ജനറൽ അസംബ്ലിയുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു വിസിറ്റിൽ ഇതുവരെ കൺഫർമേഷൻ ആയിട്ട് നമുക്കൊന്നും പറയാൻ പറ്റിയിട്ടില്ല. പലപ്പോഴും ജയശങ്കറാണ് പോകുന്നത് എന്നുള്ള വാർത്ത പുറത്തു വരുന്നെങ്കിലും ഒരു പക്ഷേ ലാസ്റ്റ് മൊമെന്റിൽ പ്രൈം മിനിസ്റ്റർ മോദി പോയേക്കാം എന്നും കൂടിയുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതെല്ലാം തന്നെ അമേരിക്കയുടെ നിലപാടനുസരിച്ചിരിക്കുന്നു. അല്ലാതെ അമേരിക്കയല്ല UN-ലേക്ക് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പങ്കെടുക്കണോ വേണ്ടോ തീരുമാനിക്കുന്നത്. അത് തീരുമാനിക്കുന്നത് ഇന്ത്യയാണ്. പലരും അമേരിക്ക ഇന്ത്യ ഒതുക്കി വെച്ചു എന്നുള്ള നിലയിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഫേക്ക് നറേറ്റീവ്സ് ആണ്. ഇന്ത്യയാണ് ഒരു പ്രഷർ പോയിന്റ് ആയിട്ട് ഈ ഒരു UN ജനറൽ അസംബ്ലിയെ ഉപയോഗിക്കുന്നത് അമേരിക്കയ്ക്കെതിരെ. പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തവണ UN ജനറൽ അസംബ്ലിയിൽ പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് പാലസ്തീനികൾക്ക് വിസ കൊടുത്തില്ല. പ്രത്യേകിച്ച് മുഹമ്മദ് അബ്ബാസിന് വിസ കൊടുത്തില്ല എന്നുള്ളത് ഞാൻ ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വിഷയവും ഇന്ത്യയും പാകിസ്ഥാനും കശ്മീർ വിഷയവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അത് തികച്ചും ജനറൽ അസംബ്ലി ഇൻവിറ്റേഷൻ അയച്ചിട്ടുണ്ട് പാലസ്തീനിന്. പക്ഷേ വിസയാണ് അമേരിക്ക കൊടുക്കാത്തത്. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ UN ജനറൽ അസംബ്ലി വിസിറ്റ് ചെയ്യേണ്ട എന്നെടുത്ത തീരുമാനവുമായിട്ട് ഈ പാലസ്തീൻ വിഷയവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതും കൂടി ഞാനിവിടെ ക്ലാരിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും കുറേ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങളാണ് ഞാൻ തന്നത്. ഈ ഒരു വിഷയത്തിന്റെ കാഠിന്യത എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം ഈ ഗ്ലോബൽ സൗത്തിനെ അമേരിക്ക പേടിക്കുന്നത് എന്തുകൊണ്ടാണ്, വെസ്റ്റേൺ രാജ്യങ്ങൾ പേടിക്കുന്നത് എന്തുകൊണ്ടാണ്? $84 ട്രില്യൺ ട്രാൻസാക്ഷൻ ചോർച്ച ഉണ്ടാവും ഈ ഗ്ലോബൽ സൗത്ത് ബ്രിക്സ് പേ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ. കറൻസി ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട, ബ്രിക്സ് പേ സ്റ്റാർട്ട് ചെയ്താൽ മാത്രം മതി. XRP പേയ്മെന്റിലൂടെ ഈ ഒരു പതനം, അമേരിക്കൻ ഡോളറിന്റെ പതനം വെസ്റ്റേൺ രാജ്യങ്ങളുടെ ആധിപത്യത്തിന് അവസാനമാവും. അത് ഉറപ്പിക്കാം. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.